ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. 35ാമത് പോട്ട കൺവെൻഷൻ ഇന്ന് സമുചിതമായിട്ട് ആരംഭിക്കുമ്പോൾ ഇവിടെ ഓഫ്ലൈനിലൂടെയും പുറത്ത് ഓൺലൈനിലൂടെയും പങ്കെടുക്കുന്ന എല്ലാവർക്കും, വൈദികർക്കും സമർപ്പിതർക്കും ആത്മായ സഹോദരങ്ങൾക്കും രോഗികളായിട്ട് കഴിയുന്നവർക്കും വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിൽ പ്രവർത്തന മേഖലയിൽ കഴിയുന്നവർക്കും സമർത്ഥമായിട്ടുള്ള ദൈവാനുഗ്രഹവും പ്രാർത്ഥനയും ഞാൻ നേരുകയാണ്. നോമ്പ് കാലഘട്ടത്തിൻ്റെ ചൈതന്യത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. ഈ നോമ്പ് കാലഘട്ടത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ജീവിത നവീകരണത്തിന് ഈ കൺവെൻഷൻ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രിയമുള്ള പ്രൊവിൻഷ്യലച്ചൻ പുതുവച്ച, പ്രിയമുള്ള വിക്ക പ്രൊവിൻഷ്യൽ തടത്തിലച്ച, പ്രിയമുള്ള നായ്ക്കമ്പർമയച്ച, മനക്കിലച്ച, പ്രിയമുള്ള കൊച്ചുമാത്തച്ച, സ്നേഹമുള്ള എറവില്ലച്ച, പ്രിയമുള്ള ഈ കൺവെൻഷൻ്റെ കൺവീനർ ഡർബി അച്ച, പ്രിയമുള്ള ഫ്രാൻസിസ് അച്ച, എന്നോടൊപ്പം വന്നിരിക്കുന്ന രൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കരച്ച, പ്രിയമുള്ള മറ്റ് സഹോദര വൈദികരെ, പ്രിയമുള്ള സമർപ്പിതരെ, ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ദൈവം കനിഞ്ഞ് നൽകിയ അവസരമാണ് ഈ ബൈബിൾ കൺവെൻഷൻ. 35 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിക്കുമ്പോൾ വളരെയേറെ ജനങ്ങൾക്ക് അത് പ്രതീക്ഷ നൽകി. ആ പ്രതീക്ഷ കൂടുതൽ ഉച്ചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് 35ാമത്തെ ഈ കൺവെൻഷൻ നടക്കുമ്പോൾ. ഇന്നത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും വിദേശങ്ങളിലുമുള്ള ധാരാളം പേര് ഈ കൺവെൻഷനിൽ ഓൺലൈനിലൂടെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് ഏറെ അനുഗ്രഹദായകമാണ്. ഇരിങ്ങാലക്കുട രൂപതാതിർത്തിയിലാണ് ഈ പോട്ട ധ്യാനകേന്ദ്രം എന്നുള്ളതിലുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. കാരണം ഈ രൂപതാതിർത്തിയിൽ ഈ പോട്ട ധ്യാനകേന്ദ്രം നിലനിൽക്കുമ്പോൾ ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ, ഇവിടെ നിന്ന് ഉയരുന്ന കീർത്തനങ്ങൾ, ഇവിടെ നിന്ന് ഉയരുന്ന സ്തോത്രങ്ങൾ, ഇതൊക്കെ രൂപതയ്ക്ക് അനുഗ്രഹമായിട്ട് ഭവിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവിടെ നിന്ന് ആരംഭിച്ച വചനപ്രഘോഷണം ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന തലമായിട്ട് ഉയർന്നിരിക്കുന്നു. ഒരുപാട് പേർക്ക് ആഗോള തലത്തിൽ പുതുജീവൻ പ്രതീക്ഷ നൽകാൻ ഈ ധ്യാനകേന്ദ്രം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ പ്രൊവിൻഷ്യലച്ചനും മറ്റെല്ലാ സഹോദര വൈദികർക്കും ഞാൻ അഭിനന്ദനങ്ങൾ നേരെയാണ്. നമുക്ക് നല്ലൊരു കയ്യടി നമ്മുടെ അച്ഛന്മാർക്ക് കൊടുക്കണം. ഏറ്റവും പ്രിയമുള്ളവരെ, ഈശോനാഥൻ തൻ്റെ സ്വർഗാരോപണത്തിന് മുമ്പ് തൻ്റെ പരസ്യ ജീവിതകാലം പൂർത്തീകരിച്ച് കുരിശിൽ മരിച്ച് മുഹുദ്ധീകൃതനായിട്ട് ഉത്ഥാനം ചെയ്ത് ശിഷ്യർക്ക് തൻ്റെ ഉത്ഥാനത്തെ സ്ഥിരീകരിച്ച് അവിടുന്ന് സ്വർഗാരോപിതനാകുന്നതിന് മുമ്പ് ശിഷ്യ സമൂഹത്തെ അടുത്ത് വിളിച്ചിട്ട് അവരും അവരുടെ പിൻഗാമികളായിട്ട് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹവും ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രമാണം എന്താണ് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയുണ്ടായി. നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോയി എൻ്റെ സുവിശേഷം അറിയിക്കുക. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. നല്ല ഉറപ്പുള്ള ബോധ്യം അവർക്ക് നൽകുകയാണ്. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഞാൻ പഠിപ്പിച്ചതെല്ലാം മറ്റുള്ളവരെ പഠിപ്പിക്കുക. എനിക്ക് സാക്ഷികളാകുക. വിശ്വസിക്കുന്നവർക്ക്
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം നൽകുക. ഇന്ന് ക്രൈസ്തവരായിട്ട് ലോകമെമ്പാടും വർത്തിക്കുന്ന സമൂഹത്തോടും ഈശോ ഓർമ്മിപ്പിക്കുന്ന ഇത് തന്നെയാണ്. നിങ്ങൾ എനിക്ക് സാക്ഷികളാകുക. ലോകമെമ്പാടും എൻ്റെ സുവിശേഷം അറിയിക്കുക. ഞാൻ പഠിപ്പിച്ചവയെല്ലാം മറ്റുള്ളവരെ പഠിപ്പിക്കുക. ഭീതി വേണ്ട, ഭയം വേണ്ട, ആകുലത വേണ്ട, ഉത്കണ്ഠ വേണ്ട. ലോകാവസാനത്തോളം ഈശോ നമ്മോടൊപ്പമുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകാവസാനത്തോളം ഈശോ നമ്മോടൊപ്പമുണ്ട് എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതങ്ങളിൽ എന്ന് നിലനിൽക്കണം. നാം എല്ലാവരും പ്രേക്ഷിതരാണ്. മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ പ്രാരംഭ കൂദാശകൾ സ്വീകരിച്ച് പൗരോഹിത്യ ദൗത്യം, പ്രവാചക ദൗത്യം, അതുപോലെ തന്നെ ഇടയനടുത്ത ദൗത്യം സ്വീകരിച്ചവരാണ് നാമെല്ലാവരും. വിശുദ്ധീകരിക്കുക, നയിക്കുക, അതുപോലെ തന്നെ നേതൃത്വം നൽകുക എന്നുള്ള ത്രിവിധ ദൗത്യങ്ങൾ നാം എല്ലാവരും സ്വീകരിച്ചവരാണ്. ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് ഞങ്ങൾ അഭിഷിക്തരാകുമ്പോൾ നാം എല്ലാവരും പൊതു പൗരോഹിത്യത്തിലെ പങ്കുകാരായിട്ടുള്ളവരാണ്. ആ പൊതു പൗരോഹിത്യത്തിൽ പങ്കുകാരായിരിക്കുന്ന ഓരോ വ്യക്തിയും ഏറ്റവും നല്ല പ്രേക്ഷിതനായിട്ട് വർത്തിക്കണം. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സിനോഡാലിറ്റി ഓഫ് ദ ചർച്ച്, പങ്കാളിത്തത്തോടെ, കൂട്ടായ്മയിലൂടെ മിഷൻ ദൗത്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ കാലയളവിൽ ആഹ്വാനം ചെയ്തു. എന്നിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, ഒരു ക്രിസ്ത്യാനി പ്രേക്ഷിതനാകുന്നില്ല എങ്കിൽ അവൻ ക്രിസ്ത്യാനി എന്നുള്ള വാക്കിന് അർഹനല്ല. ഒരു ക്രിസ്ത്യാനി ക്രിസ്തീയമായിട്ടുള്ള ശിഷ്യത്വം സ്വീകരിക്കുമ്പോൾ അവൻ്റെ അടിസ്ഥാന തത്വമാണ്, അടിസ്ഥാന ദൗത്യമാണ് പ്രേക്ഷിതനായിട്ട് വർത്തിക്കുക. നാമെല്ലാവരും പൗരോഹിത്യത്തിലായിരിക്കുന്ന ഞങ്ങൾ, മെത്രാന്മാരും പുരോഹിതരും, സമർപ്പണ ജീവിതത്തെ ആയിരിക്കുന്ന സമർപ്പിതരും, കുടുംബജീവിതത്തിലായിരിക്കുന്ന ആത്മായ സഹോദരങ്ങളും എല്ലാവരും ഈ പൊതു പൗരോഹിത്യത്തിൽ പങ്കുകാരാകുന്നവരാണ്. അവരെല്ലാവരും പ്രേക്ഷിതരായിട്ട് വർത്തിക്കേണ്ടവരാണ്. വത്തിക്കാൻ കൗൺസിൽ കൂടി അതിൻ്റെ സമാപന വേളയിൽ പരിശുദ്ധ പിതാവ് പോൾ 6-ാമൻ മാർപ്പാപ്പ, ജോൺ 21-ാമൻ മാർപ്പാപ്പയാണ് വത്തിക്കാൻ കൗൺസിൽ വിളിച്ചു കൂട്ടിയത്. അതിനുശേഷം ആ വത്തിക്കാൻ കൗൺസിലിൻ്റെ സമ്മേളനത്തിനിടയ്ക്കാണ് ജോൺ 21-ാമൻ മാർപ്പാപ്പ മരിക്കുക. അത് കഴിഞ്ഞ് പോൾ 6-ാമൻ മാർപ്പാപ്പയാണ് അത് തുടർന്നത്. അതിൻ്റെ സമാപനത്തിൽ അഭിസംബോധന ചെയ്തപ്പോഴാണ് സഭയെ അധുനാധുനീകരിച്ച് പുതിയ ചൈതന്യം കൊടുത്ത് മുന്നോട്ട് പോകാനുള്ള ആഹ്വാനത്തിൽ പോൾ 6-ാമൻ മാർപ്പാപ്പ പറഞ്ഞു, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൻ്റെ പ്രേക്ഷിത ദൗത്യത്തിൽ പങ്കുകാരാകേണ്ടവരാണ്. ആ പ്രേക്ഷിത ദൗത്യത്തിൽ പങ്കുകാരാകാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന നാം എല്ലാവരും ജീവിതത്തിൽ ക്രിസ്തുവിനെ സാക്ഷ്യം നൽകുക. ഈ പ്രേക്ഷിത ദൗത്യം നിർവഹിക്കുമ്പോൾ ആവശ്യമുള്ളിടത്ത് മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. അതിനർത്ഥം നമ്മുടെ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ പ്രഥമ തലം എന്ന് പറയുന്നത് നാം ആയിരിക്കുന്ന ജീവിതത്തിൽ സാക്ഷ്യം നൽകലാണ്. അത് പൗരോഹിത്യ ജീവിതത്തിലാകട്ടെ, സമർപ്പിത ജീവിതത്തിലാകട്ടെ, കുടുംബജീവിതത്തിലാകട്ടെ, ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. പത്രോസ്ലിയുടെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഏതു മനോഭാവത്തോടു കൂടി ആയിരിക്കണം ഈ സാക്ഷ്യം നൽകേണ്ടത്.
കർത്താവിൻ്റെ ശക്തമായിട്ടുള്ള കരത്തിങ്കിൽ താഴ്മയോടെ നിൽക്കുക. അവിടുന്ന് തക്ക സമയത്ത് നമ്മെ ഉയർത്തിക്കൊള്ളും. ഉത്കണ്ഠകളെല്ലാം അവിടുത്തേക്ക് സമർപ്പിക്കുക. അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എളിമയോടുകൂടെ, വിനയത്തോടുകൂടെ, കാപട്യമില്ലാതെ അവിടുത്തെ തിരുമുമ്പിൽ, അവിടുത്തെ ശക്തമായിട്ടുള്ള കരത്തെങ്കിൽ താഴ്മയോടെ നിൽക്കുമ്പോൾ അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും മേൽ വർഷിക്കും. ഏത് പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിലും, ഏത് പ്രതിബന്ധങ്ങളുടെ മധ്യത്തിലും, ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും തളരാതെ തകരാതെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് അസീസി തൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഒരിക്കൽ അസീസി പട്ടണം മുഴുവനും സുവിശേഷ പ്രഘോഷണം നടത്തുവാനായിട്ട് തൻ്റെ ശിഷ്യനായിട്ടുള്ള സന്തത സഹചാരിയായിട്ടുള്ള ലിയോയെ വിളിച്ചു. ലിയോയും ഫ്രാൻസിസും ഒരു ദിവസം മുഴുവനും സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. ലിയോ നല്ല ഒരുക്കങ്ങളൊക്കെ നടത്തി ഫ്രാൻസിസിന്റെ കൂടെ കൂടി. ആ ദിവസം മുഴുവനും പട്ടണം മുഴുവനും ചുറ്റിക്കറങ്ങി. പാവപ്പെട്ട രോഗികളെ കണ്ടു, അവരെ ആശ്വസിപ്പിച്ചു. തെരുവോരങ്ങളിൽ കഴിയുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സന്ദർശിച്ചു. വിവരങ്ങളായിട്ടുള്ള തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടു. അവർക്കൊക്കെ തൻ്റെ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുവാനും പ്രാർത്ഥിച്ചു. അങ്ങനെ ദിവസം മുഴുവനും ആ പട്ടണം മുഴുവനും ചുറ്റി സഞ്ചരിച്ച് തിരിച്ച് ആശ്രമത്തിലെത്തി. അപ്പം ലിയോ ഫ്രാൻസിസിനോട് ചോദിച്ചു, എപ്പോഴാണ് നമ്മുടെ സുവിശേഷ പ്രഘോഷണം നടത്തേണ്ടത്? എപ്പോഴാണ് ഇനി വചനം പ്രഘോഷിക്കേണ്ടത്? നാം പകല് മുഴുവനും പട്ടണം മുഴുവനും ചുറ്റി സഞ്ചരിച്ച് തിരിച്ച് നമ്മൾ ആശ്രമത്തിൽ വന്നു. അങ്ങ് എന്നോട് പറഞ്ഞത് ഇന്ന് സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി പോവുകയാണെന്നല്ലേ? ഇപ്പോൾ ഫ്രാൻസിസ് ലിയോയോട് ചോദിച്ചു, നാം സുവിശേഷം പ്രഘോഷിച്ചില്ലേ? ലിയോ അന്താളിച്ച് ഫ്രാൻസിസിന്റെ മുഖത്ത് നോക്കി. വീണ്ടും ഫ്രാൻസിസ് ചോദിച്ചു, നാം സുവിശേഷം പ്രസംഗിച്ചില്ലേ? ലിയോ പറഞ്ഞു, ഞാൻ കണ്ടില്ലല്ലോ. ഫ്രാൻസിസ് പറഞ്ഞു, ലിയോ, നാം ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ പട്ടണത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് രോഗികളെ സന്ദർശിക്കപ്പെട്ടവര്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ആശ്വസിപ്പിക്കപ്പെട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നാം ഈ പട്ടണത്തിലൂടെ നടന്നു നീങ്ങിയപ്പോഴാണ് നാം നമ്മുടെ സുവിശേഷ പ്രഘോഷണം നടത്തുകയായിരുന്നു. എന്നിട്ട് ലിയോയ്ക്ക് ഒരു ഉപദേശവും, ആവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക, ജീവിതമാണ് നമ്മുടെ ഏറ്റവും വലിയ സന്ദേശം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതമായിരിക്കണം നമ്മുടെ സന്ദേശമായിട്ട് നൽകുവാനായിട്ടുള്ളത്. ഇങ്ങനെ നാം പ്രേക്ഷിതരായിട്ട് വർത്തിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട 5 സവിശേഷതകൾ അത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ സുവിശേഷ സന്ദേശം വിനിയോഗിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കഴിഞ്ഞ മിഷൻ സൺഡേക്ക് നൽകിയ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ഹൃദയം ജ്വലിക്കണം, നിങ്ങളുടെ പാദങ്ങൾ ചലിക്കണം, നിങ്ങളുടെ കണ്ണുകൾ അലിവുള്ളതാകണം, നിങ്ങളുടെ അതരങ്ങൾ നന്മ പറയുന്നതാകണം, നിങ്ങളുടെ കൈകൾ സേവനം ചെയ്യാൻ നീട്ടുന്നതാകണം. നാം എല്ലാവരും പ്രേക്ഷിതരാകാൻ വിളിക്കപ്പെട്ടവരാണ്. ഈ പ്രേക്ഷിതരാകാൻ വിളിക്കപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പൗരോഹിത്യ ജീവിതത്തിലാകട്ടെ, സമർപ്പണ ജീവിതത്തിലാകട്ടെ, കുടുംബജീവിതത്തിലാകട്ടെ, മിന്നി വിളങ്ങേണ്ട
5 സവിശേഷതകളാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും പെറുക്കിയെടുത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മോട് ഓർമ്മിപ്പിച്ചത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഹൃദയം ജ്വലിക്കണം. ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിന് നമ്മുടെ ഹൃദയം ജ്വലിക്കണം. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യര് പേടിച്ചരണ്ട് ജെറുസലം വിട്ട് ഓടിയൊളിക്കാനായിട്ട് തങ്ങളും ക്രൂശിക്കപ്പെടുമോ എന്നുള്ള ഭീതിയിൽ ഓടിപ്പോകുമ്പോൾ അപരിചിതനായിട്ട് യേശു അവരുടെ കൂടെ കൂടി. വചനം അവർക്ക് പങ്കുവെച്ചു കൊടുത്തു, വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. സത്രത്തില് വിശ്രമിക്കാനായിട്ട് സായാഹ്നത്തോടടുത്തപ്പോഴ് യേശു അവരുടെ കൂടെ കൂടി അവരുടെ ക്ഷണം സ്വീകരിച്ചു. അപ്പം മുറിക്കുന്നതിനിടയിൽ യേശുവിനെ തിരിച്ചറിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, അവൻ നമ്മോട് വചനം പറഞ്ഞപ്പോഴ്, വചനം വ്യാഖ്യാനിച്ചപ്പോഴ് നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? വിശുദ്ധ കുർബാനയുടെ ശക്തി കൊണ്ട്, വചനത്തിന്റെ ശക്തി കൊണ്ട്, ജീവിതത്തിന്റെ ശക്തി കൊണ്ട്, ദൈവത്തിലുള്ള ആശ്രയത്തിന്റെ ശക്തി കൊണ്ട് നമ്മുടെയും ഹൃദയം ജ്വലിക്കണം. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായിട്ട് കർത്താവിനെ ശുശ്രൂഷ ചെയ്യാൻ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിച്ചതും ഇത് തന്നെയാണ്. നമ്മുടെ ഹൃദയം ജ്വലിക്കണം. ആ ഹൃദയം ജ്വലിക്കുവാനായിട്ട് നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ there should be a personal relationship with Jesus Christ. ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധം ക്രിസ്തുവുമായിട്ട് നമുക്ക് സ്ഥാപിച്ചെടുക്കാനായിട്ട് കഴിയണം. ആ ബന്ധമായിരിക്കണം നമ്മുടെ ഹൃദയം ക്രിസ്തുവിനെ പ്രതി ജ്വലിക്കുവാനായിട്ടിടയാകുന്നത്. ഈ വ്യക്തിപരമായ ബന്ധമാണ് ക്രിസ്തുവിനെ പ്രതി സാക്ഷ്യം നൽകാൻ അപ്പസ്തോലന്മാർക്ക് കരുത്ത് നൽകിയത്. സ്വർഗാരോപണം വരെ ക്രിസ്തു തൻ്റെ ശാരീരികമായിട്ടുള്ള സാന്നിധ്യം കൊണ്ട് അവരെ ധൈര്യപ്പെടുത്തി. സ്വർഗാരോപണത്തെ ശേഷം ഒരിക്കലും ഈശോ തൻ്റെ ശാരീരികമായിട്ടുള്ള സാന്നിധ്യത്തിലൂടെ അവരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. മറിച്ച് വിശുദ്ധ കുർബാനയിലൂടെ, വചനത്തിലൂടെ, സമൂഹത്തിലൂടെ, സഭയിലൂടെ, കൂദാശകളിലൂടെ യേശു തൻ്റെ സാന്നിധ്യം അനുദിനം അവർക്ക് നൽകിയായിരുന്നു. ആ സാന്നിധ്യമാണ് ഈശോ പറഞ്ഞത്, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന്. ആ സാന്നിധ്യത്തെ ശക്തി സ്വീകരിച്ചിട്ടാണ്, അവരുടെ ഹൃദയങ്ങൾ ജ്വലിച്ചുകൊണ്ടാണ് അവർ ക്രിസ്തു സാക്ഷ്യം നൽകുവാനായിട്ട് ഇറങ്ങിത്തിരിച്ചത്. ഇന്ന് നമുക്കറിയാം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രക്തസാക്ഷിത്വം വരിക്കുന്നവരുടെ എണ്ണം ഒന്നിനൊന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മണിക്കൂറിലും മതമർദ്ദനത്തിന് ഇരയാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം മുമ്പൊക്കെ വിദേശ രാജ്യങ്ങളില്, ആഫ്രിക്കയില്, മറ്റ് രാജ്യങ്ങളിലൊക്കെ മതമർദ്ദനം നടക്കുന്നതിന്റെ ചരിത്രമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ആദിമ ക്രൈസ്തവരുടെ മതമർദ്ദനത്തിന്റെ ചരിത്രമാണ് നമ്മൾ പഠിച്ചിരുന്നത്. മധ്യ യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ മധ്യ ഏഷ്യൻ രാജ്യങ്ങളിലുമൊക്കെ മതമർദ്ദനത്തിന്റെ ചരിത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നതാ നമ്മുടെ വീട്ടുമുറ്റത്ത് മതമർദ്ദനത്തിന്റെ ചരിത്രം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഭാരതത്തിൽ പോലും ധാരാളം പേര് മതമർദ്ദനത്തിന് ഇരയാകുകയും രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ വീട്ടുമുറ്റത്തേക്കും ഈ മതമർദ്ദനത്തിന്റെ വികൃതമായിട്ടുള്ള രൂപങ്ങള് പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. അവിടെ തളരാതെ തകരാതെ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ എന്റെയും നിങ്ങളുടെയും ഹൃദയം ജ്വലിക്കണം. ക്രിസ്തുവിനെ പ്രതി എന്റെയും നിങ്ങളുടെയും ഹൃദയം ജ്വലിക്കണം. അങ്ങനെ ജ്വലിക്കുമ്പോൾ, ക്രിസ്തുവിനെ പ്രതി നമ്മുടെ ഹൃദയം ജ്വലിക്കുമ്പോൾ, വിശ്വാസത്തെ പ്രതി എന്ത് ത്യാഗവും എന്ത് സഹനവും
ഏറ്റെടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന രണ്ടാമത്തെ കാര്യം, നമ്മുടെ പാദങ്ങൾ ചലിക്കണം. നമ്മുടെ പാദങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ചലിക്കണം. ഇന്ന് എല്ലാ തലങ്ങളിലും മിനിമം കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ, സംതൃപ്തി അടയാൻ പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് ഞങ്ങളുടെ പൗരോഹിത്യ ജീവിതത്തെ ആകട്ടെ, സമർപ്പിതരുടെ ജീവിതത്തെ ആകട്ടെ, കുടുംബജീവിതം നയിക്കുന്നവരുടെ ജീവിതത്തെ ആകട്ടെ, അത് രാഷ്ട്രീയത്തിലാകാം, സാമൂഹ്യ സേവനങ്ങളിലാകാം, ജുഡീഷ്യറിയിലാകാം, മറ്റിതര തലങ്ങളിലാകാം, എല്ലായിടത്തും മിനിമം കൊണ്ട് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ സേവനം ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവിടെയാണ് സുവിശേഷകൻ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. അവൻ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് രോഗികൾക്ക് സൗഖ്യം നൽകി, പിശാച് ബാധിതരെ സുഖപ്പെടുത്തി അവിടുത്തെ സുവിശേഷം അവിടുന്ന് പ്രഘോഷിച്ചു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ അവിടത്തേക്ക് അനുകമ്പ തോന്നി. എന്തെന്നാൽ ഇടയനില്ലാത്ത ആടുകളെ പോലെ അവർ പരിഭ്രാന്തരായിരുന്നു. യേശുവിൻ്റെ മനോഭാവം രാത്രിയും പകലും ദൈവരാജ്യത്തിനു വേണ്ടി ജീവിതം മാറ്റിവെക്കുവാനുള്ള മനസ്സ്, തൻ്റെ ഉത്തരവാദിത്തങ്ങള് അതിൻ്റെ പൂർണ്ണതയില് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിർവഹിക്കുവാനുള്ള മനസ്സ്. അവിടെ അലസതയില്ല, അവിടെ സ്വന്തം സുഖവും സൗകര്യങ്ങളും മാത്രം നോക്കി നടക്കുന്ന അവസ്ഥയില്ല. യേശു തമ്പുരാൻ പകൽ മുഴുവനും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിച്ചു. രാത്രിയിൽ അവിടുന്ന് മലമുകളിലേക്ക് കയറി ഏകാന്തതയില് പിതാവുമായിട്ട് സംഭാഷണം നടത്തി ശക്തി സ്വീകരിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ പാദങ്ങൾ ചലിക്കണം. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി, സഹോദരങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കാനായിട്ട് കഴിയണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന മൂന്നാമത്തെ കാര്യമുണ്ട്. നമ്മുടെ കണ്ണുകള് ആർദ്രതയില്, അലിവില് നിറയണം. അനുകമ്പയോടുകൂടെ, ആർദ്രതയോടുകൂടെ മറ്റുള്ളവരെ കാണുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അവിടെ സ്വാർത്ഥതയുടെ പുറന്തോട് പൊട്ടണം. അഹങ്കാരത്തിന്റെ മാംസലമായ ഭാഗം ചീഞ്ഞളിയണം. എന്നിട്ട് ദൈവത്തിങ്കിലേക്ക് നമ്മുടെ വേരുകൾ ആഴ്ന്നിറങ്ങണം. അപ്പോൾ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കും. അതാണ് ഈശോ മുന്തിരിച്ചെടിയുടെ ഉപമ പറഞ്ഞത്. തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് കഴിയും. തായ്തണ്ടിനോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവജലം സ്വീകരിച്ച് ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കണം. എന്ത് ഫലങ്ങള്? അനുകമ്പയുടെ, ആർദ്രതയുടെ, സ്നേഹത്തിന്റെ, നന്മയുടെ ഫലങ്ങള് നമുക്ക് പ്രകടമാക്കുവാനായിട്ട് കഴിയണം. അങ്ങനെ നന്മയുടെ ഫലങ്ങൾ പ്രകടമാക്കാൻ, സ്നേഹത്തിന്റെ ഫലങ്ങൾ പ്രകടമാക്കാൻ, കാരുണ്യത്തിന്റെയും അലിവിന്റെയും ഫലങ്ങൾ പ്രകടമാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് ക്രൈസ്തവ പ്രേക്ഷിതത്വത്തിന്റെ അനിവാര്യമായിട്ടുള്ള ഘടകം. സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. കാരുണ്യത്തിന്റെ, അലിവിന്റെ നാഥനാണ് അവിടുന്ന്. അതുകൊണ്ടാണ് ബെത്സൈദ കുളക്കരയില് വർഷങ്ങളായിട്ട് കാത്തുനിന്ന തളർവാദ രോഗിയുടെ വേദന കണ്ടെത്താനായിട്ട് കഴിഞ്ഞത്.
കുഷ്ഠരോഗികളുടെ വേദനയോടുകൂടിയുള്ള ആർത്തനാദം കേൾക്കാനായിട്ട് കഴിഞ്ഞത്. ജനക്കൂട്ടത്തിന്റെ നടുവില് ദാവീദിന്റെ പുത്ര എന്നെ കനിയണമേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞപ്പോഴ് അവനെ, അന്ധനായിട്ടുള്ള മനുഷ്യനെ കാണുവാനായിട്ട് കഴിഞ്ഞത്. നായ്മിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കാനായിട്ട് പ്രേരിപ്പിച്ചത് ആ അമ്മയുടെ കണ്ണുനീര് കണ്ടിട്ട. അലിവിന്റെ, ആർദ്രതയുടെ, അനുകമ്പയുടെ കണ്ണുകള് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രൈസ്തവ ജീവിതത്തിന്റെ ധന്യത നമ്മുടെ ജീവിതങ്ങളിൽ പ്രായോഗികമാക്കുവാനായിട്ട് കഴിയും. ഈശോ മിശിഹായ്ക്ക് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, തുടർന്ന് പറയുന്ന നാലാമത്തെ കാര്യം ഇതാണ്: നമ്മുടെ അധരങ്ങള്, നമ്മുടെ നാവ് സത്യം പ്രഘോഷിക്കുന്നതാകണം. സത്യത്തിന്റെ വക്താക്കളായിട്ട് നാം മാറണം. അതേ എന്ന് പറയേണ്ടടുത്ത് അതേ എന്നും, അല്ല എന്ന് പറയേണ്ടടുത്ത് അല്ല എന്നും പറയുവാനുള്ള ധീരതയും ആത്മാർത്ഥതയും ഉണ്ടാകണം. അതുകൊണ്ടാണല്ലോ മലയിലെ പ്രസംഗം മുഴുവനും പറഞ്ഞു കഴിഞ്ഞിട്ട് ഈശോ മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തെ പഠിപ്പിക്കുന്നത്: കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഹിതം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അപ്പൊ പലരും പറയും, ഞാൻ നിന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിച്ചില്ലേ, നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ലേ, നിന്റെ നാമത്തിൽ പ്രഘോഷിച്ചില്ലേ? അപ്പോൾ നാഥൻ പറയും, ഞാൻ നിന്നെ അറിയുകയില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. നമ്മുടെ അധരങ്ങള്, നമ്മുടെ നാവ് അത് സത്യം പ്രഘോഷിക്കുന്നതാകട്ടെ, ആത്മാർത്ഥതയുടെ വാക്കുകളാകട്ടെ നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടേണ്ടത്. സത്യസന്ധതയുടെ വാക്കുകളാകട്ടെ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടേണ്ടത്. അവിടെ കാപട്യം വേണ്ട, അവിടെ അനീതി വേണ്ട, അവിടെ തിന്മ വേണ്ട, അവിടെ നന്മയുടെ വചസ്സുകളാകട്ടെ നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടേണ്ടത്. അവസാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ കൈകള് അപരനിലേക്ക് നീട്ടുന്നതാകണം. നമ്മുടെ കൈകള് വേദനിക്കുന്നവരിലേക്ക് നേടുന്നതാകണം. നമ്മുടെ കൈകള് പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെ അടുത്തേക്ക് നീട്ടുന്നതായിരിക്കണം. ഇന്ന് നമ്മുടെ ഭാരതം സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദുഃഖത്തോടുകൂടെ നോക്കിക്കാണുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഈ ഭാരതത്തിന്റെ സമ്പത്ത് മുഴുവനും ഏതാനും ശതമാനം പേരിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നു. മറുവശത്ത് 90 അതിലധികവും ശതമാനം മനുഷ്യര് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. അതിൽ വളരെയേറെ ശതമാനം വ്യക്തികള് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്നു. ദരിദ്രര്, ദളിതര്, ഗോത്രവർഗക്കാര്, പാർശ്വവൽക്കരിക്കപ്പെട്ടവര്, അവരുടെ കാര്യത്തിലേക്ക് ശ്രദ്ധ നീളുന്നില്ല എന്നുള്ള ദുഃഖകരമായിട്ടുള്ള വേദന നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ആഗോളവൽക്കരണത്തിന്റെയും സാമ്പത്തികമായിട്ടുള്ള വികസനത്തിന്റെയും ഒക്കെ പേരില് കമ്പോള സംസ്കാരം വളരുമ്പോഴ്, ഭൗതികത വളരുമ്പോഴ് അപരൻ നമുക്ക് നേട്ടമുണ്ടാക്കാനുള്ള വ്യക്തി മാത്രമായിട്ട്, വസ്തു മാത്രമായിട്ട് മാറുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് മാറുന്നു. അവിടെയാണ് ഈശോ പറയുന്നത്, മറ്റുള്ളവർ നിങ്ങളോട് എപ്രകാരം പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അപ്രകാരം മറ്റുള്ളവരോടും പെരുമാറുക. ഞാൻ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള ഒരു ജീവിത ശൈലി ഞാൻ അവനിലേക്ക് കാഴ്ചവെക്കാനായിട്ട് കഴിയുമ്പോഴാണ് എനിക്കൊരു ക്രിസ്ത്യാനി എന്ന് പറയാനായിട്ട് കഴിയുക. പ്രിയമുള്ളവരെ, നമ്മുടെ കൈകൾ
അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നീട്ടാനായിട്ട് കഴിയുന്ന ഒരു വിശാലമായിട്ടുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായിട്ട് നാം മാറണം. അങ്ങനെ വിശാലമായിട്ടുള്ളൊരു മനോഭാവം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇടയിൽ ദരിദ്രരുണ്ടാകില്ല. വീടുകൾ വെക്കാനായിട്ട് സ്ഥലമില്ലാത്തവരുണ്ടാകില്ല. കാരണം എൻ്റെ വീടിൻ്റെ, എൻ്റെ സ്ഥലത്തിൻ്റെ ഒരു ഓഹരി വീടില്ലാത്തവന്, വീട് വയ്ക്കാൻ സ്ഥലമില്ലാത്തവന് പങ്കുവെക്കാൻ എനിക്ക് കഴിയും. ഞാൻ വലിയൊരു വീട് പണിയുമ്പോൾ അതിൻ്റെ ഒരു 10% പാവപ്പെട്ടൊരു മനുഷ്യന്, പാർപ്പിടമില്ലാത്തവന് പാർപ്പിടം വെച്ച് കൊടുക്കാനായിട്ട് കഴിയും. അത് ദരിദ്രനെന്നോ ധനവാനെന്നോ ഒരു വ്യത്യാസമില്ല. അതുകൊണ്ടാണല്ലോ മദർ തെരേസ പറഞ്ഞത്, ഒരിക്കൽ മദർ തെരേസ ഒരു പാവപ്പെട്ട കുടുംബത്തിന് കുറെ ഭക്ഷ്യസാധനങ്ങളുമായിട്ട് എത്തി. ആ കുടുംബം ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ആവശ്യമായിട്ടുള്ള ധാന്യങ്ങളും പച്ചക്കറികളും മറ്റുമായിട്ട് ആ വീട്ടിലേക്ക് എത്തി. ആ കൊച്ചു കുഞ്ഞുങ്ങള് വിശന്ന് പൊരിഞ്ഞ് നിൽക്കുമ്പോൾ ആ കുടുംബത്തിന്റെ നാഥയുടെ കയ്യിൽ ഇതെല്ലാം കൊടുത്തു. കൊച്ചു കുഞ്ഞുങ്ങളോട് അന്വേഷിക്കുന്നതിന്റെ നേരത്ത് ഈ സ്ത്രീ എവിടേക്കോ തനിക്ക് കിട്ടിയ വസ്തുക്കളുടെ ഒരു ഓഹരിയുമായിട്ട് ഓടുന്ന കണ്ടു. അല്പം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു ഈ സ്ത്രീ, പാവപ്പെട്ട സ്ത്രീ, ദിവസങ്ങളായിട്ട് ഭക്ഷണം വയ്ക്കാനായിട്ട് സാധ്യതയില്ലാതെ കഴിഞ്ഞ ആ സ്ത്രീ. ആ സ്ത്രീയോട് ചോദിച്ചു, ഈ മക്കൾക്ക് വല്ലതും വേവിച്ചു കൊടുക്കണ്ടേ? അതിനിടയ്ക്ക് നീ എവിടെയാ പോയത്? ആ സ്ത്രീ പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടില് എന്നെക്കാളും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടുംബമുണ്ട്. എനിക്കത് കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു ഓഹരി ഞാൻ അവരുമായിട്ട് പങ്കുവെക്കാനായിട്ട് പോയതാണ്. എനിക്കിത് കിട്ടിയപ്പോൾ അതിൻ്റെ ഓഹരി എന്നെക്കാളും കഷ്ടപ്പെടുന്ന മറ്റൊരു കുടുംബത്തിന് പങ്കുവെക്കാനായിട്ട് പോയതാണ്. ഈ പങ്കുവെക്കേണ്ട അനുഭവമായിരിക്കണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അതാണ് ഈശോ പഠിപ്പിച്ച എളിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന്. അത് തന്നെയാണ് നല്ല സമറയക്കാരൻ്റെ ഉപമ പഠിപ്പിച്ചിട്ട്, ആരാണ് നിന്റെ അയൽക്കാരൻ എന്ന ചോദ്യത്തിന് ആ ചോദ്യകർത്താവിനോട് ആ നിയമത്തിന് ഉത്തരം പറഞ്ഞതാണ് കരുണ കാണിച്ചവൻ. ഈശോ ആ ചോദ്യം ഉന്നയിച്ചപ്പോൾ ആ നിയമജ്ഞൻ പറഞ്ഞതാണ് കരുണ കാണിച്ചവൻ. പ്രിയമുള്ളവരെ, നമുക്കും കരുണയുള്ളവരാകാം. എൻ്റെ കൈകള് അവനിലേക്ക് തിരിയട്ടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക് തിരിയട്ടെ. അതാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്, ഗോ ടു ദ പെരിഫറൽസ്, there you will meet God. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരിലേക്ക് ഇറങ്ങിച്ചിരിക്കുക. അവരുടെ മുഖത്ത് നീ ദൈവത്തെ കാണും. പ്രിയമുള്ളവരെ, ഇന്ന് ഈ 35ാമത് പോട്ട കൺവെൻഷൻ നടക്കുമ്പോൾ നാമും നല്ല പ്രേക്ഷിതരായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിന്റെ പ്രേക്ഷിതരായിട്ട് നാം ആയിരിക്കുന്ന തലങ്ങളിൽ, അത് പൗരോഹിത്യത്തിലാകാം, സമർപ്പണ ജീവിതത്തിലാകാം, കുടുംബജീവിതത്തിലാകാം, അത് വിവിധങ്ങൾ ആത്മീയ ശുശ്രൂഷയിലാകാം, രാഷ്ട്രീയത്തിലാകാം, സിവിൽ സർവീസിലാകാം, രാഷ്ട്ര സേവനത്തിലാകാം, നീതിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരിലാകാം, കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരാകാം, ഏത് തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ, അവിടെയൊക്കെ ക്രിസ്തുവിൻ്റെ പ്രേക്ഷിതരായിട്ട് വർത്തിക്കാൻ നമുക്ക് കഴിയട്ടെ. അവിടെ നമ്മുടെ ഹൃദയം ജ്വലിക്കട്ടെ, നമ്മുടെ പാദങ്ങൾ ചലിക്കട്ടെ, നമ്മുടെ കണ്ണുകളിൽ അലിവുണ്ടാകട്ടെ, നമ്മുടെ അധരങ്ങളിൽ സത്യം പറയട്ടെ, നമ്മുടെ കൈകള് അവരിലേക്ക് തെരഞ്ഞ് അവർക്ക് സേവനം ചെയ്യാൻ കഴിയട്ടെ. പ്രിയമുള്ളവരെ, ഈ കൺവെൻഷൻ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും നല്ല പ്രേക്ഷിതരായിട്ട് മാറി ആ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ സവിശേഷതകൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷൻ നേതൃത്വം കൊടുക്കുന്ന വിൻസെൻഷ്യൻ വൈദിക സുഹൃത്തുക്കൾക്കുള്ള എൻ്റെ അഭിനന്ദനങ്ങളും പ്രാർത്ഥനയും അറിയിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും
ധാരാളമായിട്ട് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും കൂടെ ഓർക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സാധിക്കുന്നവരൊക്കെ സഭാ കൂട്ടായ്മ, സഭയുടെ ഐക്യം കൂടുതൽ സുദൃഢമാകുവാൻ, സഭയുടെ ചൈതന്യത്തിൽ എല്ലാവരും ഒന്നിച്ച് നിൽക്കുവാൻ, സഭാ കൂട്ടായ്മയോടുകൂടെ ഒന്നിച്ചു ചേർന്നുകൊണ്ട് വിധേയത്വത്തോടും ആത്മാർത്ഥതയോടും കൂടെ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി പരിശ്രമിക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ ധാരാളം ഉണ്ടാകണം. സാധിക്കുന്നവരൊക്കെ ഈ നോമ്പ് കാലഘട്ടത്തിൽ ഒരു ജപമാല ആ ലക്ഷ്യത്തിന് വേണ്ടി കാഴ്ചവെക്കണം. അങ്ങനെ നമ്മുടെ സഭ ക്രൈസ്തവ സാക്ഷ്യമായിട്ട് ലോകത്തിന്റെ മുമ്പിൽ, ലോകത്തിന്റെ മനസാക്ഷിയായിട്ട് നിലനിൽക്കാൻ കഴിയട്ടെ. അതിനുവേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.